ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത്, എനിക്കിന്ന് സിവിലിൽ പോകാനുണ്ടായിരുന്നു. സിവിലിൽ പോകുന്നത് പൊതുവേ നമ്മൾ എന്തിനാണ്, ഇപ്പം റേഷൻ കാർഡിൻ്റെ കാര്യത്തിനും അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് സിവിലിൽ പോകേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തിനാണ്, അതുകൊണ്ട് എന്താണ് പ്രയോജനം, എനിക്കെന്താണ് സംഭവിച്ചത്, എൻ്റെ എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടത്, അത് നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ ഇത് അനുഭവിച്ചിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങൾക്കിത് അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനും കണ്ടാൽ ക്ലിയർ ആയി കിട്ടും. അപ്പോൾ നിങ്ങളും അങ്ങനെ ഒരു സംഭവം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം എന്നുകൂടിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു മോട്ടിവേഷൻ തന്നെ ആയിരിക്കും. അപ്പോൾ അത് ഞാനും പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. ഞാനും ഉണ്ട്, എൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ എനിക്ക് പോകാനുള്ളത് എൻ്റെ എംപ്ലോയ്മെൻറ്റ് കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ സംഭവവും ഞാൻ ചെയ്തിട്ടുണ്ട്. SLC പാസ്സായ ഉടനെ ഞാൻ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ട് അത് നമ്മൾ ഇതാക്കി കൊടുക്കണം. ഇപ്പോൾ +2 ഡിഗ്രി എന്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടോ അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനെടുത്തു, എൻ്റേത് കണ്ടിൻ്റെ മോക്കും ചെയ്ത് കൊടുത്തു. പക്ഷേ ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് അതിനെ കുറിച്ചിട്ട് അറിവും വേണം. ഓക്കെ, അപ്പോൾ ഞാൻ SLC കഴിഞ്ഞ് ആ സംഭവം എടുത്തു. എന്നോട് ആരൊക്കെ പറഞ്ഞു തന്നു, ഞാൻ എടുത്തു. പിന്നീട് എന്താ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. അതിനുശേഷം +2 കഴിഞ്ഞിട്ട് അതിലേക്ക് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു, അത് ചെയ്തു. ഞങ്ങളിത് അവിടെ എത്തി. അപ്പോൾ ആ വീഡിയോസൊക്കെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ അതിന് ശേഷം വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. അങ്ങനെ എനിക്ക് SLC കഴിഞ്ഞ് ഞാൻ എടുത്തു, +2 കഴിഞ്ഞ് അതിലേക്ക് ആഡ് ചെയ്തു. പിന്നീട് ഞാൻ പോയിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ആ സാധനം അവിടെ ക്ലോസ് ആക്കുകയാണല്ലോ ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നീട് എൻ്റെ മാരേജൊക്കെ കഴിഞ്ഞു. കുറേ വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം, മോളൊക്കെ കുട്ടി ആയതിന് ശേഷം കുടുംബശ്രീൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന് പോയി സമയത്താണ് ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ചിട്ടൊരു ക്ലാസ് കേട്ടത് കേട്ടോ. അപ്പോൾ ആ സാധനം എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർ ഇൻ്റർവ്യൂവിന് നമുക്ക് പേപ്പറിൽ വരികയും ചെയ്യാം. അപ്പോൾ അതിന് നമ്മൾ പോയിട്ട് അവിടെ പോയി ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചെയ്യുക. നമുക്കൊന്നും അറിയില്ല, ബേക്കിലൊരാൾ പറഞ്ഞു തരാനും ഇല്ല. പിന്നെ ഓരോരോ സ്ഥലത്തു നിന്ന് കേൾക്കുന്ന അറിവ് വെച്ച് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് നമുക്കൊന്നിനും കയ്യിലല്ല. ചിലപ്പോൾ ചെറിയ മക്കളായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കും. ചുരുക്കി പറയാം, ആ ഒരു സംഭവത്തെക്കുറിച്ച് ശ്രദ്ധിച്ചതേ ഇല്ല. ഇങ്ങനെ ഈ കുടുംബശ്രീൻ്റെ സംഭവം കേട്ടല്ലോ, അവിടെ നിന്നാണ് ഞാൻ ഈ തൊഴിലില്ലാ വേതനം എഴുതി കൊടുക്കുക എന്നുള്ള ഒരു സംഭവം ഇത് മുഖേന ഉണ്ട് എന്ന് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഹസ്ബൻഡുമായി ഡിസ്കസ് ചെയ്തു, പോയി അന്വേഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ വീട് മലപ്പുറം ജില്ലയിലാണ്, കല്യാണം കഴിച്ച് കോഴിക്കോട് ജില്ലയാണ്. അപ്പോൾ 2 ജില്ലകളും വ്യത്യാസമായതുകൊണ്ട് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റേത് ചെമ്മാട് ആ ഒരു ഏരിയയിൽ വരും, ഹസ്ബൻഡിൻ്റെ കോഴിക്കോടാണല്ലോ. അപ്പോൾ അങ്ങോട്ട് മാറ്റാനും എല്ലാറ്റിനും സപ്പോർട്ടായിരുന്നു കേട്ടോ. ഒക്കെ ചേഞ്ച് ചെയ്ത് റേഷൻ കാർഡും എല്ലാ സംഭവവും മാറ്റി തൊഴിലാ വേതനത്തിന് എഴുതി കൊടുത്തു. തൊഴിലാ വേതനം പാസ്സായി വരില്ല എങ്ങനെയെന്ന് നമുക്കറിയില്ല. അങ്ങനെ അത് പിന്നീട് അന്വേഷിച്ചപ്പോൾ പത്രത്തിലൊക്കെ വരലാണല്ലോ. അപ്പോൾ അതിന് ഹസ്ബൻഡ് ഗൾഫ് പോയ സമയത്ത് ഞാൻ വീട്ടിലേക്ക്, പിന്നെ നമ്മളെ മക്കൾ സ്കൂളൊന്നും ആവാത്ത സ്ഥിതിക്ക് നമ്മളധികം അവിടെ വീട്ടിലൊക്കെ ആയിരിക്കുമല്ലോ. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് പിന്നെ ഇത് പാസ്സായിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പേപ്പറും കാര്യങ്ങളും നോക്കാത്തതുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡൊക്കെ നാട്ടിൽ വന്നതിന് ശേഷം, ഞാൻ അവിടെ സെറ്റിലായതിന് ശേഷം ഞാൻ പഞ്ചായത്തിലേക്ക് ഒന്ന് പോയി ഇതേക്കുറിച്ചൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പോൾ എന്താ പറഞ്ഞത്, നിങ്ങളത് പാസ്സായിരുന്നു, 6 മാസം കഴിഞ്ഞ് വാങ്ങാതായപ്പോഴേക്കും അത് റിജക്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരോ സംഭവങ്ങളും നമുക്ക് ഉണ്ടാകുന്ന എല്ലാ വഴികളും പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ എല്ലാ വഴിയിൽ നിന്നും നമ്മളിങ്ങനെ മാറിപ്പോവുക ചെയ്യുന്നത്. പക്ഷേ നമുക്കത് നല്ലതിനായിരിക്കും, അല്ലെങ്കിൽ നമ്മളത് വിധിച്ചിട്ടില്ല, അങ്ങനെയൊക്കെ കരുതും പോയി. പിന്നെ എനിക്കതിനോട് ഭയങ്കര താല്പര്യമായിട്ടോ. എങ്ങനെയെങ്കിലും ഇപ്പം യൂട്യൂബിനെക്കൊണ്ട് പറഞ്ഞ പോലെ തന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറായില്ല. അങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതി കൊടുത്തു. പുതുക്കാറുണ്ട്, ഏത് സമയത്തും 3 വർഷം കൂടുമ്പോൾ നമ്മൾ പുതുക്കണം കേട്ടോ. അത് പുതുക്കാറുണ്ട്, പക്ഷേ എന്താ ചെയ്യാന്നറിയില്ല. അങ്ങനെ പിന്നെ തൊഴിലാ വേതനത്തിന് ഞാൻ എഴുതി കൊടുത്തു. പിന്നെ രണ്ടാമത് എനിക്ക് ഇതുപോലെ പാസ്സായി. അപ്പോൾ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, പത്രത്തിൽ വരിക ചെയ്യുക, നമുക്ക് ഓണം വിഷു ഈ ഒരു സമയത്തൊക്കെയാണ് നമുക്കിത് കിട്ടുക. അപ്പം ഇതിപ്പം ഒരു കുറഞ്ഞ തുകയാണ് നമുക്ക് കിട്ടുന്നത്. ഒരിക്കലൊരു ഓണത്തിന് നമുക്ക് ചിലപ്പോൾ 1000 അങ്ങനെ, അല്ലെങ്കിൽ 500 600 അങ്ങനെ എന്തെങ്കിലും, 4 മാസം 3 മാസമൊക്കെ കഴിയുമല്ലോ. ഒരു ഓണം കഴിഞ്ഞ് പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് പിന്നെ വിഷു ഉണ്ടാകുക, അത് കഴിഞ്ഞ് 4 മാസം അങ്ങനെയൊക്കെയാണല്ലോ.
എങ്ങനെയായാലും നമുക്കൊരു 100-10 കിട്ടുന്നത്. അതിനിടയിൽ ഞാൻ മുളകിലേക്ക് ഇടാനുള്ള സംഭവമൊക്കെ ഇവിടെ റെഡിയാക്കുകയാണ് കേട്ടോ. മുളക് പൊടിപ്പിക്കുമ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഇടലുണ്ട്. നിങ്ങൾക്ക് ഇടാറുണ്ടോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതോടൊപ്പം പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ. പ്ലീസ് ചാനൽ ഇഷ്ടപ്പെടുകയാണ് നിങ്ങളിലേക്ക് വീണ്ടും നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. ഫോണ് മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് സൗണ്ട് വല്ലാത്തൊരു എക്കോ പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ കറിവേപ്പില ഞാൻ നല്ലോണം കഴുകിയിട്ട് അത് ഒന്നിരിക്കൽ വെയിലത്തിച്ച് ഉണക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് അത് മുളകിലേക്കും മല്ലിയിലേക്കൊക്കെ ഇടാറുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ബിരിയാണി മസാല കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനത്തെ സംഭവം കൊണ്ടുവന്നത് പൊടിക്കാത്തത്. അപ്പോൾ അത് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുന്ന, അറിയാത്തവർ വീഡിയോസ് കണ്ടോളൂ. അപ്പോൾ ഞാൻ രണ്ടാമതും ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് തൊഴിലില്ലാ വേതനത്തിന് വേണ്ടിയിട്ട് എഴുതി കൊടുത്തു. തൊഴിലില്ലാ വേതനത്തിന് എഴുതി കൊടുത്ത സമയത്ത് പാസ്സായി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ, പക്ഷെ ചെറിയൊരു തുകയാണെങ്കിലും നമുക്കത് വലിയൊരു നേട്ടം തന്നെയാണല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് കുറച്ചാണെങ്കിലും നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന ഒരു 100 രൂപയ്ക്ക് നല്ലൊരു വാല്യൂ ആണ്. അതുപോലെ തന്നെ നല്ലൊരു സുഖമാണ്. അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ആവശ്യങ്ങളൊക്കെ ചിലവാക്കുന്ന സമയത്ത് അത് അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. അങ്ങനെ അത് കുറച്ചൊക്കെ കിട്ടി. പിന്നീട് അത് ഇതുപോലെ ഞാൻ പുതുക്കാനായിട്ട് മറന്നു. പിന്നെ ചെറിയ മക്കൾ, അതുപോലെ പ്രസവം കാര്യങ്ങളൊക്കെ, പിന്നെ അതിൻ്റെ ഒരു അങ്ങനെ ടച്ച് വിടാത്ത ഒരാളാണ്. എല്ലാം നല്ല ശ്രദ്ധിച്ച് തന്നെ ചെയ്യലുണ്ട്. പക്ഷെ എന്തോ അറിയില്ല, ഇതുപോലെ ഒരു ദിവസം പോയപ്പോൾ പുതുക്കാൻ മറന്നു. അങ്ങനെ ഒരു പ്രാവശ്യത്തെ പൈസ അവിടെ കട്ടായി. പിന്നെ ഞാൻ പുതുക്കിയതിന് ശേഷം പിന്നെ അത് കിട്ടിയൊന്നും എനിക്ക് ഓർമ്മയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ വീട് മാറലും അതും ഇതൊക്കെ ആയതിന് ശേഷം പിന്നെ ആ വൈക്കേ നോക്കിയിട്ടില്ല. പക്ഷേ എൻ്റേത് പുതുക്കാനുള്ള വർഷം ഇതാണ് 2024. പക്ഷേ മാസം എന്ന് പറയുന്നത് മെയ് ആണ്. മെയ് കഴിഞ്ഞിട്ട് 2 മാസത്തെ ക്യാപ്പും കൂടി നമുക്കുണ്ട്. പക്ഷെ ആ സമയം നമ്മൾ ശ്രദ്ധിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മോളതും ഉണ്ട് കേട്ടോ. അവളതും ഇതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവളെക്കൊണ്ടും ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നു, പിന്നെ അവർ പഠിക്കുകയാണ്. ഇപ്പം നമ്മളെ മാതിരിയൊന്നുമല്ലല്ലോ, അവരൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പം പിന്നെ കുഴപ്പമില്ല. എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നമുക്ക് വേക്കൻസി ഈ പേപ്പർ മുഖാന്തരമാണ് തരിക. പത്രത്തിൽ ന്യൂസ് പേപ്പർ മുഖാന്തരമാണ് ഈ ഒരു സംഭവം വരിക. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് ആ സമയമാകുമ്പം അവിടെ പോയി പേര് രജിസ്റ്റർ ചെയ്ത് ഒക്കെ ഫില്ല് ചെയ്ത് നമ്മൾ ക്യാഷൊക്കെ അടച്ചിട്ട്, ക്യാഷ് പറഞ്ഞാൽ ഫോമിനുള്ള ഒരു 250 രൂപ അങ്ങനെ എന്തോ ആണ് അടച്ചിട്ട് നമ്മളത് വന്നോ അവർ വിളിക്കുന്നുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെയാണ്. നമ്മളതിനൊന്നും പോയില്ല എന്ന് വേണം പറയാനായിട്ട്. അങ്ങനെ അപ്പോൾ ഇന്നലെ ഏതായാലും എൻ്റെ ഹസ്ബൻഡിന് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കാനായിട്ട് സിവിലിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ ഇതും കൂടി ഒന്ന് കൊണ്ടുപോകാമല്ലോ എന്ന്. ഇപ്പോൾ രണ്ടാമത് ഞങ്ങളെ ജില്ലയൊക്കെ മാറിപ്പോയിട്ടോ, കോഴിക്കോട്ട് നിന്ന് മലപ്പുറത്തേക്ക് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അതും മാറ്റേണ്ടി വരും, എന്താ അറിയില്ല. ഏതായാലും രണ്ടിനും ഡേറ്റ് കഴിഞ്ഞിട്ട്. എൻ്റേത് വർഷം അത് തന്നെയാണ്, പക്ഷേ മാസങ്ങൾ ഒരുപാട് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അതിനായിട്ടില്ല. ഓളത് അതുപോലെ 2023 പുതുക്കേണ്ടത്, പക്ഷെ അതും ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുക. അപ്പോൾ ചെയ്തിട്ട് എന്ത് നമുക്ക് പ്രയോജനം വരുന്നത് വരട്ടെ. നമ്മൾ ഇതിപ്പോൾ പുതുക്കാൻ മറന്നതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് ലാസ്റ്റ് എൻ്റെതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ തൊഴിലില്ലാ വേതനത്തിന് പോയ സമയത്ത് അപ്പോൾ പറഞ്ഞ് നമ്മൾ ബിരിയാണി മസാല കുപ്പിയിലായിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് പൊടിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെ പൊടിക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കത് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ ആ കൊണ്ടുവന്ന സാധനങ്ങൾ അതിൽ കൂടെ കുറച്ചും കൂടി ഇവിടെയുള്ള സാധനങ്ങളും കൂടി ആഡ് ചെയ്തുകൊണ്ടൊന്ന് പൊടിച്ചതാണ് കേട്ടോ. വേറെ എന്തെങ്കിലും കൂട്ടാനുണ്ടോ കുറയ്ക്കാനുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പ്ലീസ്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് വരാം. പറഞ്ഞു അതൊക്കെ എടുത്ത് പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം അതൊന്നും ഇല്ല, പിന്നെ നിങ്ങൾക്ക് ജോലി ഇല്ല എന്നുള്ള അങ്ങനെയൊക്കെ പല മാറ്റങ്ങളും അവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ഞാനത് ശ്രദ്ധിക്കാതെ ആയതാട്ടോ. പിന്നെ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്നുള്ളതിൽ പിന്നെ ഞാനതങ്ങനെ ഇട്ട് വെച്ചു. പക്ഷെ പുതുക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു ഏജിൻ്റെ ഇതുണ്ടാവും കേട്ടോ. 35 വയസ്സ് വരെയൊക്കെയാണ് അവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമ്മളതൊക്കെ ഒരുവിധം സെറ്റായി കഴിഞ്ഞിന് നമ്മളെ മക്കളുടെ ഇതൊക്കെ ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക,
പുതുക്കാനും മറക്കാതെ പുതുക്കുക. അതുപോലെ അവിടെ എന്തെങ്കിലുമൊക്കെ അപ്ഡേഷനൊക്കെ വരുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുത്ത് ജോലിക്കൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഏതാണോ നിങ്ങൾ എംപ്ലോയ്മെൻറ്റ് രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLC കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമ്മൾ എത്രത്തോളം നമ്മൾ ക്വാളിഫിക്കേഷൻ ഉണ്ട്, +2 ഡിഗ്രി അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കോഴ്സുകളുണ്ടോ എല്ലാം അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. ഇപ്പം നമുക്ക് +2 ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ട് രണ്ടും കൂടി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ജോബ് വാക്കൻസി വരുന്ന സമയത്ത് അവർ പേപ്പർ മുഖാന്തരം അറിയിക്കും, അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയി അന്വേഷിക്കാം. നമുക്ക് ജോബ് നിർബന്ധമാണെങ്കിൽ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അതിന് ശ്രമിക്കാഞ്ഞിട്ടാണ്, പിന്നെ നമുക്കതിൻ്റെ സാഹചര്യങ്ങളും വരണ്ടേ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷേ ഇന്നിപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ ഈ യൂട്യൂബിലായാലും എന്തായാലും ഇപ്പം ഒരു പരിശ്രമമാണ്, റെസ്റ്റ് നമുക്ക് ഉണ്ടാവില്ല കേട്ടോ. ഏതൊരു കാര്യവും നമുക്ക് നേട്ടം വരണമെങ്കിൽ ഒരുപാട് നമ്മൾ കഷ്ടപ്പെടണം. അതുപോലെ തന്നെ ഒരുപാട് നമ്മൾ എന്ത് ചെയ്യണം, ശ്രമിക്കണം. ഒരുപാട് പരാജയങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. അതിലൊക്കെ നമുക്ക് നല്ലതിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പോയി കഴിഞ്ഞാലാണ് നമുക്ക് അതിൻ്റെ ഒരു വിജയം നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയില്ല. ഇതുപോലെ ഈ ഒരു സംഭവം എടുത്തിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിലെന്തെങ്കിലും നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കുക. കാരണം എനിക്കതേക്കുറിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല. ഇപ്പം ഇങ്ങനെ അവിടെ പോകുമ്പോഴാണ് നോക്കുക. ഇനിയിപ്പോൾ അത് പുതുക്കണമെങ്കിൽ പത്രത്തിലൊക്കെ വന്നിട്ട് നമ്മൾ ആ ഡേറ്റിന് അവിടെ പോയിട്ട് പുതുക്കണം. അപ്പോൾ ഏതൊരു സാധനം നമ്മൾ പുതുക്കാതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വരും. അപ്പോൾ പറഞ്ഞ് വീഡിയോ കുറച്ച് ലെങ്ത് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു.